ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളൊരു ഷോപ്പിങ്ങിന് പോവാണ്. എനിക്ക് ഇവിടെ വീട്ടിൽ ഒരു വുഡൻ സോഫയുണ്ട്. അത് നിങ്ങൾ എൻ്റെ ഹോം ടൂറിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അത് എനിക്ക് തോന്നിയത് ഞാൻ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് എന്തെങ്കിലും പുതിയതായിട്ടൊന്ന് മാറ്റിയാലോ എന്ന് ഒരു ചെറിയൊരു തോട്ടുണ്ട്. പക്ഷെ ഇപ്പം ഒന്നും നിശ്ചയിച്ചിട്ടില്ല. എന്താ വേണ്ടത്? വുഡൻ ആണോ അല്ലെങ്കിൽ മിക്സ്ഡ് ആയിട്ടുള്ള വുഡും അപ്ഹോൾസ്റ്റേർഡ് സോഫയാണോ? അപ്പൊ എനിക്ക് തോന്നി നമ്മളൊന്ന് പോയി മാർക്കറ്റിൽ ഇപ്പൊ എന്താണ് അവൈലബിൾ ആയിരിക്കുന്നത്, എന്നിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടോ, ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഷോപ്പിംഗ് പോലെ ചെയ്യാം. ഒരു റീറ്റെയിൽ തെറപ്പി പോലെയാണ് കേട്ടോ. എനിക്ക് നമ്മളെങ്ങനെ പോയി ഉടുപ്പ് സാരിയൊക്കെ നോക്കുന്നോ അതുപോലെ എനിക്ക് ഫർണിച്ചർ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പോയി എല്ലാം ഒന്ന് കറങ്ങി കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്റ്റോറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഫസ്റ്റ് അവിടെ പോകാം. പുള്ളി അവിടെ എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റോർ മാത്രമേ ഇന്ന് കാണിക്കത്തുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ സ്റ്റോറിലും കൂടെ പോയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാമെന്ന്. പെട്ടെന്നൊരു ട്രിപ്പ്. I've been thinking about myself today, thinking how I changed, how I really don't care if സ്റ്റോറിൽ കയറിയപ്പോഴത്തേക്ക് തന്നെ മനസ്സിലായി, ഓക്കെ, ഓണർ അവിടെ ഇല്ല എന്ന്. പുള്ളി പറഞ്ഞിട്ടാണ് ഞാൻ ആ ടൈമിൽ പോയത്. പക്ഷെ സാരമില്ല, അവർ എംപ്ലോയീസ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാമല്ലോ. അപ്പം ഇത് കണ്ടോ, ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓൾദോ ഞങ്ങളുടെ വീട്ടിന് ഇത് ഒട്ടും ചേരത്തില്ല, പക്ഷെ അതിൻ്റെ ആ ടെക്സ്ചറും ഫിനിഷും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ആക്സൻ ചെയർസോട് കൂടിയുള്ള ഇതിങ്ങനെ നിങ്ങൾ പല സോഫകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആക്കി മാറ്റാം ആ ഹെഡ് റെസ്റ്റ്. ഇപ്പോൾ ഒരു ലോ സീറ്റിംഗ് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ, അതായത് ഹെഡ് റെസ്റ്റ് ഇങ്ങനെ ഭയങ്കര പൊന്തി നിൽക്കാനായിട്ട് അത്ര ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വല്ലപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഡിസൈൻ എലിമെൻ്റാണ് കേട്ടോ അതിൻ്റെ. നല്ല രസമുണ്ട്, കണ്ടില്ലേ? ആ ഫിനിഷൊക്കെ തന്നെ എനിക്ക് നല്ലോണം ഇഷ്ടമായി. നല്ല വാറൻറ്റിയുള്ള പ്രോഡക്റ്റാണ്. പിന്നെ ഇരുന്ന് നോക്കുകയും ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ലേ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് അതൊന്നും കാണിച്ചില്ല. ഇതൊരു നല്ലൊരു ഡീസൻറ്റ് സൈസ്ഡ് ഒരു ലിവിങ് ഏരിയയ്ക്ക് ഇതുപോലത്തെ സോഫ സെറ്റ് അടിപൊളിയായിട്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ മോഡേൺ സെറ്റിംഗ് ആയിട്ടാണെങ്കിലാണ് കുറച്ചുകൂടെ ചേരുന്നത്. ഇതും വേറെ 3 സീറ്റേഴ്സാണ് കേട്ടോ. വേണമെന്ന് വെച്ചാൽ എനിക്ക് ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് പോയി കുറച്ചുകൂടെ അതിൻ്റെ ഒരു ലെഗ് മാത്രം വുഡൻ ലെഗ് ആക്കി ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനൊരു സ്വിഡ് ഒരു ടെക്സ്ചർ ഉണ്ട് കേട്ടോ. ഫാബ്രിക് തന്നെയാണ്, ലെതറല്ല. മേ ബി ഇത് വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ആയിരിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഇത് കണ്ടോ, ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റൂള് കണ്ടായിരുന്നോ? നല്ല സ്മാർട്ടായിട്ടിരിക്കുകയായിരുന്നു. ഓൾദോ ഞങ്ങളുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇല്ല കേട്ടോ. അതിപ്പം യൂസ്ലെസ് ആണ് നമുക്ക് വാങ്ങിച്ചാൽ. ഈ സോഫ എനിക്ക് ഓൾദോ അവരത് ഫ്രണ്ട് ഡിസ്പ്ലേ ആയിട്ട് വെച്ചിരുന്നെങ്കിൽ അത് എൻ്റെ ടൈപ്പ് അല്ല കേട്ടോ. ഇങ്ങനത്തെ ആക്സൻ ചെയർസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ. ഫ്ലോറൽ പ്രിൻ്റൊക്കെ ഉള്ളത്. ആ പച്ച കളർ എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. ഈ ഓഫ് വൈറ്റ് കളർ ഈ സോഫ ഉണ്ടല്ലോ, എനിക്കിത് നന്നായിട്ട് ഇഷ്ടമായി. ഇതിന് മെഷർ ചെയ്തപ്പം 94 ഇഞ്ചസ് ഉണ്ടായിരുന്നു. നല്ല വലിയ ഹോളിലാണ് നന്നായി ചേരുന്നത്. ഇവർക്ക് ബ്ലൈൻഡ്സും പിന്നെ ഇവർക്ക് കേർട്ടൻസ്, അപ്ഹോൾസ്ട്രി എല്ലാം ഉണ്ട് കേട്ടോ. എനിക്ക് അത്ര ലെതർ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമല്ല ഇങ്ങനത്തെ സോഫാസിന്. പക്ഷേ ഇത് നല്ല സ്മാർട്ടായിട്ടിരുന്നു. കട കണ്ടായിരുന്നോ? ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ അത്രയ്ക്ക് കളക്ഷൻസ് ഇല്ലായിരുന്നെങ്കിലും ഉള്ളതെല്ലാം നല്ല ഫിനിഷും വളരെ ഭംഗിയായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഈ പുള്ളി എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ ആളവിടെ ഇല്ലായിരുന്നു, എൻ്റെ ഓണറെ. ഇവർ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്ത് തരും. എനിക്ക് വുഡൻ സോഫയിൽ കുറച്ച് അപ്ഹോൾസ്റ്റേർഡ് ആയിട്ടും ഒരു രണ്ടും ചേർന്നൊരു മോഡൽ വേണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങോട്ട് പോര്, അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തരാമെന്നാണ്. അതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. നല്ലൊരു ഡിസ്പ്ലേ സെൻറ്ററാണ്.
എനിവേസ് ഞാനൊരു സോഫയോ അല്ലെങ്കിൽ ഒരു ഫർണിച്ചറോ മേടിക്കുന്നതിന് മുമ്പേ ഒരുപാട് നാൾ ആലോചിക്കും, ഒരുപാട് വാല്യൂ ഫോർ മണിയാണോ, ബിക്കോസ് ഇതെല്ലാം നമുക്ക് ഒരു തവണ മേടിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് അതിൽ സ്റ്റക്കായി പോകും അല്ലേ. അറ്റ്ലീസ്റ്റ് ഞാൻ അങ്ങനെയാണ്, അയ്യോ ഇത്രയും ചിലവാക്കിയതല്ലേ, അപ്പോൾ കുറച്ച് നാൾ കൂടി ഉപയോഗിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ വിചാരിക്കുന്ന ഒരാൾ അധികം ചിലവാക്കി ഒരു സോഫ മേടിക്കാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ നോക്കാം, ഇത്രയും വർഷങ്ങളൊക്കെ ആയില്ലേ, അപ്പം എനിക്കും തോന്നി കുറച്ച് എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ള, ഇനിയും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സോഫ മേടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എങ്ങനെ പോകണമെന്ന് നോക്കാം. ഇനിയും ഒരു 3-4 കട എൻ്റെ ലിസ്റ്റിലുണ്ട്. പിന്നെ ഇദ്ദേഹമാണെങ്കിൽ റെഡിമെയ്ഡ് വാങ്ങിക്കാനായിട്ട് നിർബന്ധിക്കത്തില്ല, അവിടെ ഉള്ളതെല്ലാം കസ്റ്റമൈസ് പ്രോഡക്റ്റാണ്. പിന്നെ ഇവിടെ അല്ലാതെ സ്റ്റോറീസ്, പിന്നെ അങ്ങനത്തെ കുറച്ച് കടകളും ഉണ്ട്. കാലിക്കറ്റിലും സ്റ്റോറീസ് ഉണ്ടെന്ന് തോന്നുന്നു, ലുലു മോളിലും സ്റ്റോറീസ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നുന്നു എനിക്ക് വേണ്ട പോലത്തെ ഒരു സോഫ സെറ്റ് കസ്റ്റമൈസ് ചെയ്തെടുക്കുക വഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോഴ്സ് നിങ്ങൾക്ക് അറിയാമോ ബാംഗ്ലൂരിൽ, അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന നാട്ടിൽ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമോ? എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ കൂടെ നിങ്ങളെ എഴുതി അറിയിക്കണം. സോ ടിൽ ദെൻ ബൈ, താങ്ക് യു.